ശ്രീനാഥ് ചന്ദ്രനാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ഇനി ചേരുക. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ജന്മം കൊണ്ട് മലയാളി, കർമ്മം കൊണ്ടും മലയാളി തന്നെ എന്ന് നമ്മൾ മലയാളികൾ പറയുമ്പോൾ ബംഗളൂരുവിൽ അല്ലെങ്കിൽ കർണാടകയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കന്നഡയൊക്കെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ മാതൃഭാഷയേക്കാൾ അത്രയും മനോഹരമായി കന്നഡ സംസാരിക്കുന്നു. ബംഗളൂരുവിൽ മുഴുവനും അദ്ദേഹത്തിന് സുഹൃത്തുക്കളുണ്ട്, കർണാടകയിൽ മുഴുവൻ സുഹൃത്തുക്കളുണ്ട്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യവും അതുപോലെ വിപുലമാണ്. ദുബൈയിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് ബന്ധുക്കൾ, അദ്ദേഹത്തിൻ്റെ വെൽവിഷേഴ്സ് അവരെല്ലാവരും. അപ്പോൾ ഇതുപോലെ ഒരു വലിയ ഒരു ശൃംഖല തന്നെയാണ് അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളത്. ശ്രീനാഥ്, ഞാൻ ചോദിച്ചത് അപ്പോൾ അങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്നും കഠിനാധ്വാനത്തിലൂടെ കഷ്ടപ്പെട്ട് ഒരു വലിയ സാമ്രാജ്യം, ഒരുപാട് പേർക്ക് ജോലിയെ കൊടുക്കുന്ന ആളാണല്ലോ. അപ്പോൾ അദ്ദേഹം മാത്രം വളർന്നതല്ല, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അന്നം കൊടുത്ത ഒരു മനുഷ്യനാണ് അങ്ങനെ 57-ാം വയസ്സിൽ വളരെ ദൗർഭാഗ്യകരമായ സാഹചര്യത്തിൽ പോകുന്നത്. എന്താണ് കാരണം എന്നതറിയണം ശ്രീനാഥ്. തീർച്ചയായും ഹാഷ്മി, നമുക്ക് ഒരു ജീവിതത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയ മനുഷ്യരെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ വളരെ വേഗത്തിൽ എളുപ്പം നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന പേരുകളിലൊന്നായിരുന്നു ഡോക്ടർ റോയ് CJ-യുടേത്. വളരെ ചെറുപ്പത്തിൽ തന്നെ വ്യവസായ ലോകം പടുത്തുയർത്തി തുടങ്ങി അത് മാനം മുട്ട വളർത്തി അദ്ദേഹം വേഗത്തിൽ. അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഇപ്പോൾ പലരും ഒരു കാർ വാങ്ങിയാൽ അത് സമൂഹ മാധ്യമങ്ങളിൽ അതിന്റെ ഫോട്ടോയൊക്കെ പങ്കുവെക്കും. താൻ 36-ാം വയസ്സിൽ ഒരു രൂപ പോലും കടമില്ലാതെ ഒരു വിമാനം വാങ്ങിയിട്ടുള്ള ആളാണ്. അത്രമേൽ തനിക്ക് തന്റെ സാമ്രാജ്യം വളർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ തനിക്ക് നേടാനുണ്ട് എന്ന് ചോദിച്ചാൽ അതില്ല, അങ്ങനെയൊന്നും തനിക്കില്ല എന്ന് തനിക്ക് നിസ്സംശയം പറയാം എന്നതാണ്. അത് ജീവിതത്തെ പൂർണ്ണാർത്ഥത്തിൽ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത്രമേൽ നേടിക്കഴിഞ്ഞിരുന്നു ജീവിതത്തിൽ. മാത്രമല്ല, അദ്ദേഹത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട് എന്നതറിയാം. വലിയൊരു വ്യവസായ സാമ്രാജ്യത്തിന് ഉടമയാണ്, വലിയൊരു നിർമ്മാണ കമ്പനിയാണ്, അത്രമേൽ ആളുകൾക്ക് അതിൽ തൊഴിൽ നൽകുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഡോക്ടർ റോയ് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, സ്ലോവാക്യൻ റിപ്പബ്ലിക്കിന്റെ ഓണററി കോൺസുലാർ കൂടിയായിരുന്നു. അദ്ദേഹത്തിന് ഈ മരണം നടന്ന കെട്ടിടത്തിന് പുറത്ത് സ്ലോവാക്യൻ റിപ്പബ്ലിക്കിന്റെ കോൺസുലേറ്റ് എന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അങ്ങനെ മറ്റൊരു രാജ്യത്തിന്റെ പ്രതിനിധിയായി കൂടി ഇന്ത്യയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ റോയ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇന്നലെ അപ്രതീക്ഷിതമായി എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മരണത്തെ വരിക്കുന്നത്. എന്തായിരുന്നു സമ്മർദ്ദം എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വന്ന വിവരം അനുസരിച്ച് ചോദ്യം ചെയ്യൽ നടന്നില്ല. ഓഫീസിലേക്ക് അദ്ദേഹം എത്തി, നേരെ അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് പോയി. അവിടെ വാതിൽ അടച്ചതിന് ശേഷം ആരും തന്നെ ശല്യം ചെയ്യരുതെന്ന് പറയുന്നു. 10-15 മിനിറ്റ് അതിനകത്തിരിക്കുന്നു. വാതിൽ തുറക്കാതായതോടെ വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ ഈ മാനേജിംഗ് ഡയറക്ടറുടെ പരാതിയിലടക്കം അതാണ് എഴുതിയിട്ടുള്ളത്. അകത്തേക്ക് കയറിയപ്പോൾ അവിടെ ചോരയിൽ കുളിച്ച് ഇരിക്കുന്ന, കസേരയിൽ ഇരിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ കണ്ടു എന്നതാണ്. പിന്നീട് ആശുപത്രിയിലേക്കൊക്കെ മാറ്റി. അതായത് ഓഫീസിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരുപക്ഷെ ഈ മരണത്തെക്കുറിച്ച് ആലോചിച്ചിരിക്കാം എന്നൊരു സൂചനയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്നത്. ഒരു ചോദ്യം ചെയ്യലിനിടെ ഉണ്ടായ പെട്ടെന്നുള്ള ഒരു സമ്മർദ്ദത്തിനേക്കാൾ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്ന, നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു ആശങ്ക, സമ്മർദ്ദം, അതിനെ തുടർന്ന് അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് എത്തിയിരിക്കാം എന്നത് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ഈ പരാതിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ 5 പേജുള്ള കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഒരു പരാതി നമ്മൾ പുറത്തുവിട്ടിരുന്നു. ആ പരാതിയിലും പറയുന്നുണ്ട് അദ്ദേഹം അവസാനമായി ആവശ്യപ്പെട്ടത് തനിക്ക് തന്റെ അമ്മയോട് ഒന്ന് സംസാരിക്കണം എന്നതായിരുന്നു. അത് ഈ മരണം മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം എടുത്ത ഒരു ആവശ്യമായിരിക്കാം, അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതായിരിക്കാം എന്ന് കണക്കുകൂട്ടാൻ കഴിയും. മാത്രമല്ല, അന്ന് രാവിലെ 11 മണിയോടെ തന്റെ സഹോദരനുമായി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോൾ അദ്ദേഹം ഈ ED ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സമ്മർദ്ദത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് സഹോദരൻ പറയുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ കുറച്ച് നാളുകളായി നീണ്ടു നിൽക്കുന്ന ഒരു കേസാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ വലിയ സമ്മർദ്ദം അദ്ദേഹത്തിന് മുകളിൽ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മരിക്കാൻ ഉറച്ചു തന്നെ ആകാം ഒരു പക്ഷേ അദ്ദേഹം എത്തിയത് എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതല്ലാതെ ചോദ്യം ചെയ്യലിൽ നിന്നുണ്ടായ എന്തെങ്കിലും ഒരു സമ്മർദ്ദം എന്ന രീതിയിൽ ഇനി അങ്ങനെ കാണാൻ കഴിയില്ല എന്നതാണ് CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച ശേഷം അന്വേഷണ സംഘം പറയുന്നത്. ഏതായാലും അതെന്താണ് എന്നറിയണമെങ്കിൽ അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടത്. ഉറപ്പായും ഒരു മനുഷ്യൻ വെറുതെ എന്തായാലും ഒരു തോക്കെടുത്ത് രാവിലെ ഒന്ന് മരിച്ചേക്കാം എന്ന് കരുതി മരിക്കില്ലല്ലോ. ഒരു കാരണം ഉറപ്പായിട്ടും ഉണ്ടാവും. അത് ഡോക്ടർ റോയ് CJ പോലുള്ള ഒരാൾ അങ്ങനെ ജീവനെടുക്കണമെങ്കിൽ അതിന് അത്രത്തോളം മതിയായ കാരണമുണ്ട്. കാര്യം ഇദ്ദേഹത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അങ്ങേയറ്റം ധൈര്യശാലിയായ, അങ്ങേയറ്റം ബോൾഡായ, ബംഗളൂരു പോലൊരു സ്ഥലത്ത് അവിടുത്തെ പല സംഘങ്ങളുമായും നേർക്കുനേറൊക്കെ ഏറ്റുമുട്ടി നിന്നിരുന്ന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനൊക്കെ അന്യാധീനമായോ നിയമവിരുദ്ധമായോ ഒക്കെ ഇടപെടാൻ ശ്രമിച്ച ശക്തികളോട് ചെറുത്തിരുന്ന ഒരാൾ എന്നൊക്കെ നിലയിലാണ്. അപ്പോൾ അത്രത്തോളം ധൈര്യമുള്ള ആളാണ്. അപ്പോൾ അത് അദ്ദേഹം
മരണം, അങ്ങനെ ആത്മഹത്യ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് കേരളത്തിന് അറിഞ്ഞേ പറ്റൂ. എന്തായാലും ആ റെയ്ഡിന് നേതൃത്വം നൽകിയ കേരളത്തിൽ നിന്നുള്ള IT ഉദ്യോഗസ്ഥരിൽ നിന്നും SIT ഒക്കെ മൊഴി രേഖപ്പെടുത്തുന്നൊക്കെയുണ്ട്. അന്വേഷണം നടക്കുന്നു. നമുക്ക് നോക്കാം എപ്പോഴത്തേക്കാണ് അത് വ്യക്തമാവുക എന്നുള്ള കാര്യം അല്ലേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.